ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ ഒരു ഫേവറേറ്റ് ഫുഡാണ് കപ്പ വേവിച്ചതും മീൻ തലക്കറിയും പിന്നെ മോരുകറിയും. അപ്പോൾ കപ്പ വേവിക്കാനായിട്ട് ഫ്രോസൺ കപ്പ കേരള സ്റ്റോറിൽ നിന്ന് മേടിച്ചിട്ട് അത് നന്നായിട്ട് വേവിച്ച് വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് അതിലേക്ക് വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് ചതച്ചതും പിന്നെ മഞ്ഞൾപ്പൊടിയും ഡെസിക്കേറ്റഡ് കോക്കനട്ടും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഉടച്ചു. ആ കപ്പ നല്ല ഉടച്ചിട്ട് ഒന്ന് തിരിച്ച് കുക്കർ അതുപോലെ തന്നെ അടച്ച് വെച്ച് ഒന്ന് വെക്കുമ്പം കുറേ കഴിഞ്ഞ് നമ്മൾ കഴിക്കാൻ സമയമാകുമ്പോഴത്തേക്ക് എടുക്കുമ്പം കറക്റ്റ് പാകത്തിന് കുക്കായിരിക്കും. അതായത് കറക്റ്റ് പാകത്തിനുള്ള ഒരു കൺസിസ്റ്റൻസി ആയിട്ടിരിക്കും. അപ്പോൾ അത് മാറ്റി വെച്ചു. അടുത്തത് ഒരു ഫിഷ് തലക്കറി ഉണ്ടാക്കാൻ പോവാണ്. സാമൺ ഫിഷിൻ്റെ തലയാണ്. അപ്പോൾ അത് ഞാൻ മേടിച്ചപ്പം എല്ലാം ക്ലീൻ ചെയ്ത് പാക്കറ്റിലാക്കി സിപ്പ് ലോക്ക് കവറിലിട്ടിട്ട് ഫ്രീസ് ചെയ്ത് വെച്ചാണ്. അപ്പം ആസ് യൂഷ്വൽ മീൻകറി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ജിഞ്ചർ ഗാർലിക് ക്രഷ്ഡും പിന്നെ ഷാലഡ്സും കടുക് ഉലുവയൊക്കെ പൊട്ടിച്ച് എല്ലാം വഴറ്റി മസാല മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്ത് കുറച്ച് വെള്ളം ചേർത്ത് പിന്നെ ഇതിലൊരു ടൊമാറ്റോ ആഡ് ചെയ്തു, കൊടംപുളി ആഡ് ചെയ്തു. കറിവേപ്പില ഞാൻ ചേർക്കാറില്ല കേട്ടോ. കറിവേപ്പില നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ മാത്രം ഇടും. ഇപ്പം എൻ്റെ കയ്യിൽ സ്റ്റോക്കില്ല, നാട്ടിൽ പോയിട്ട് കുറച്ച് നാളായി. അപ്പം കടയിൽ നിന്ന് അങ്ങനെ കറിവേപ്പില മേടിക്കാറില്ല. അപ്പം ഇതൊന്ന് ബോയിലായി വന്നപ്പം അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തു. തലയുടെ പാർട്സും പിന്നെ കുറച്ച് മാംസം എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം ആഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ മീൻ കറിയും ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് വെച്ചു. പെട്ടെന്ന് തന്നെ അത് കുക്കായി കിട്ടും. പിന്നെ ഇനി അടുത്തത് ഉണ്ടാക്കേണ്ടത് ഒരു മോരുകറിയാണ്. മോരുകറി തേങ്ങ അരച്ചതല്ല, നോർമൽ മോരുകറി. അതും കോക്കനട്ട് ഓയിൽ നല്ലപോലെ ചൂടാക്കി കടുക് പൊട്ടിച്ചു ഉലുവ ഇട്ടു. അതിനുശേഷം ജിഞ്ചർ ഗാർലിക് ക്രഷ്ഡ് പിന്നെ ഒരു ഷാലഡ്സ് ഇട്ട് മഞ്ഞൾപ്പൊടിയും ജീരക പൗഡർ ചിലപ്പോൾ ഇടും ചിലപ്പോൾ ചേർക്കത്തില്ല. പിന്നെ ആൽഡിയിൽ നിന്ന് മേടിച്ച ഗ്രീക്ക് യോഗട്ടും ചേർത്ത് മോരുകറി റെഡിയായി. അങ്ങനെ ഫുഡ് കഴിച്ചപ്പം അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.